ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റ് ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പക്കാവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കാവടയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു ബൗളിലേക്ക് കടലമാവാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ കടലമാവ് എടുത്തതിൻ്റെ പകുതി അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് കടലമാവിന് 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ്. അത് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മതിയാവും. പിന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂണോളം ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ പക്കാവടയിലേക്ക് നമ്മൾ വെളുത്തുള്ളി അരച്ച് ചേർത്ത് കൊടുക്കാറുണ്ട്. നല്ല പേസ്റ്റ് ആക്കി വെളുത്തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ചേർത്തിട്ട് ആദ്യമേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറച്ച് മതിയാവും. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റും. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. എന്നാലും ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിലാണ് നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മളിതിലേക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ പച്ചവെള്ളം തന്നെ എടുത്താൽ മതിയാവും. പിന്നെ ഇതിൽ നമ്മൾ കടലമാവും അതുപോലെ തന്നെ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കടലമാവാണ്. 1 കപ്പ് കടലമാവും 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കടലമാവിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക. അപ്പോൾ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു അച്ചിലാണ് പക്കാവട ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സേവനാഴിയിലേക്ക് അച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. നമ്മൾ ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ പക്കാവട ഉണ്ടാക്കാവുന്നതാണ്. അല്ലാതെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിപ്പോൾ ഒരു പാനിലേക്കാണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു പരന്ന പാനിൽ തന്നെ ചെയ്തെടുക്കുന്നതാവും കൂടുതൽ എളുപ്പം. അപ്പോൾ പാനിൽ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഒരല്പം ഒന്ന് കുറച്ചിടുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം വേണം നമ്മൾ ഈ പക്കാവട ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഈ എണ്ണ നല്ല ചൂടായതുകൊണ്ട് തന്നെ നിറയെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരുമ്പോഴേക്കും ബബിൾസൊക്കെ ഒന്ന് പോവും. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറ്റേ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് മൂത്ത് പോവും. അപ്പോൾ ഈ പക്കാവടയുടെ കളറും ഒക്കെ അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കുക. അതിനുശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒരല്പം കൂട്ടി വയ്ക്കാം. അതിനുശേഷം വീണ്ടും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഈ പക്കാവട നമ്മൾ എണ്ണയിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ തിരിച്ചിടാൻ നോക്കരുത്. അത് കുറച്ചൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പക്കാവട ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. തീരെ അങ്ങ് പൊടിച്ചെടുക്കരുത്. കുറച്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കാവടയാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കാവടയുടെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.